മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ഇനിയും ആദർശന്റെ സമ്മതം വാങ്ങിയിട്ട് മീരയ്ക്കോ വീട്ടുകാർക്കോ താല്പര്യം ഇല്ലെങ്കിൽ അതവന് വിഷമം ഉണ്ടാക്കില്ലേ? അത് ശരിയാ. വിവാഹം കഴിഞ്ഞ് ജീവിക്കേണ്ടത് അവനാണ്. അപ്പോ അവന്റെ താല്പര്യത്തിന് തന്നെയാണ് പ്രാധാന്യം. അതുപോലെ തന്നെയാണ് ആ പെൺകുട്ടിയുടെ കാര്യവും. ആഘോഷത്തോടെ വിവാഹം നടത്തിയിട്ട് അവർക്ക് പൊരുത്തപ്പെടാനായില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞില്ലേ. ഇപ്പൊ വിവാഹം വൈകുന്നു എന്ന വേദനയുള്ളൂ. മറ്റേത് അങ്ങനെയല്ലല്ലോ. അതും ശരിയാ. ഏതായാലും ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ കഴിയട്ടെ, നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ ഭംഗിയായി നടക്കാൻ പ്രാർത്ഥിക്കണം. ഈ കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ അമ്മയോട് ഞാനൊരു കാര്യം കൂടി സംസാരിക്കാനാ വന്നത്. എന്താ അബി? വീട്ടിൽ ചില മെയിൻ്റനൻസ് വർക്ക് ചെയ്യാൻ വിഘ്നേഷേട്ടന് പ്ലാൻ ഉണ്ട്. ആ വീടിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ഇന്റീരിയർ അല്ലാന്ന്, അതുകൊണ്ട് അതൊക്കെ മാറ്റാന്ന് വെച്ചു. ഇപ്പോഴാ അതെല്ലാം ഒന്ന് ഒത്തു വന്നത്. ഇനി വർക്ക് തീരുന്നത് വരെ ഒരു വീട് റെന്റിന് എടുത്താലോ ഒന്ന് ആലോചിക്കുക. വർക്ക് നടക്കുന്നിടത്ത് താമസിച്ചാ അത് അവർക്കും നമുക്കും ഒരു ബുദ്ധിമുട്ടാവില്ലേ. അതിനെന്തിനാ വീട് റെന്റിനെടുക്കുന്നത്? നിനക്കും വിഘ്നേഷ് ഇവിടെ വന്ന് താമസിച്ചൂടെ? അത് വേണോ അമ്മേ? അതിനെന്താ, ഇത് നിങ്ങളുടെയും കൂടെ വീടല്ലേ. നിങ്ങൾ വന്ന് താമസിക്കുന്നതിനെന്താ? അത് മാത്രമല്ല, സുഭദ്രേച്ചിയും കൂടി പോയതുകൊണ്ട് സംസാരിക്കാൻ പോലും ആളില്ലാതെ ഞാൻ വിഷമിക്കുക. നിങ്ങൾ വന്നാൽ അത് എനിക്കും നല്ലതല്ലേ. മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാലോ. അമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ വിഘ്നേഷേട്ടനോടൊന്ന് ചോദിക്കട്ടെ. ഏട്ടന്റെ താല്പര്യം പോലെ ചെയ്യാം. അത് മതി. അവന് എതിർപ്പൊന്നും ഉണ്ടാവില്ല. നീ കാര്യം പറഞ്ഞു മനസ്സിലാക്ക. ആദർശ് ഓഫീസിൽ പോയാൽ വരുന്ന സമയം നിനക്കറിയാലോ. എനിക്ക് ഈയിടെയായി ഒറ്റയ്ക്കിരിക്കാൻ വല്ലാത്ത മടുപ്പ് തോന്നാറുണ്ട്. അതിന് അമ്മയ്ക്ക് അങ്ങോട്ട് വരാറുന്നില്ലേ? അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ പകലൊക്കെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നല്ലോ. വൈകിട്ട് വിഘ്നേഷേട്ടന്റെ കൂടെ തിരികെ പോയാൽ മതിയല്ലോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയാണ് ഞാൻ പറയാഞ്ഞത്. ഇതിപ്പോ നിങ്ങൾ മാറാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇങ്ങോട്ടായ എനിക്കും ഒരാശ്വാസമാവും. ശരി അമ്മേ, വിഘ്നേഷേട്ടന് എതിർപ്പൊന്നും ഉണ്ടാവില്ല. എന്നാലൊന്ന് ചോദിച്ചിട്ട് തീരുമാനിക്കുന്നതല്ലേ ശരി. അത് മതി. അല്ലേലും അങ്ങനെ വേണം ചെയ്യാൻ. ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ ഭാര്യയുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഭർത്താവിന്റെ മേലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പരസ്പര ബഹുമാനം ഉണ്ടെങ്കിലേ ഒരു വിവാഹ ബന്ധം നന്നായിട്ട് മുന്നോട്ട് പോകും. മനസ്സിലായി. വിഘ്നേഷേട്ടന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പൊസസീവാണ്. അത് പക്ഷേ സ്നേഹക്കൂടുതൽ കൊണ്ടാ, അല്ലാതെ മറ്റു ശല്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. നിന്നെ എനിക്കറിയാലോ. സ്നേഹം പരിധി വിടുന്നതും പ്രശ്നമാണ്, അത് മറക്കണ്ട. ഏതായാലും മോള് വിഘ്നേഷുമായിട്ട് സംസാരിക്കേ. ശരി അമ്മേ. ശരിക്കു പറഞ്ഞ വിഗ്രഹം വാങ്ങാൻ പോവാൻ ആദർശോ അല്ലെങ്കിൽ അവിടുന്ന് ആരെങ്കിലോ കൂടെ വരേണ്ടതല്ലേ? മീന എന്തായി പറയുന്നത്? അവർക്ക് ഇത്തരം കാര്യങ്ങൾക്ക് പുറകെ നടക്കാൻ സമയമുണ്ടോ? എന്താ ഇല്ലാത്തത്? അല്ലെങ്കിൽ പിന്നെ ആ ക്ഷേത്രത്തിന്റെ അവകാശം വേണോന്ന് വാശി പിടിക്കുന്ന എന്തിനാ? അവര് പറയുന്ന വില തരാനും നമ്മൾ തയ്യാറായിരുന്നല്ലോ. അപ്പോ അവർക്ക് ചുളുവിൽ ഒരു ക്ഷേത്രം വേണം. ക്ഷേത്രം ഇപ്പൊ അവരുടെ പേരിലാ. അത് തരാനും തരാതിരിക്കാനും അവർക്ക് അവകാശമുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുന്നോണ്ടാ അവർക്ക് ഇത്ര ജാട. എന്ത് ജാട? ശരി, അവർക്ക് കൂടെ വരാൻ സമയമില്ല. പക്ഷേ വിഗ്രഹം വാങ്ങാനുള്ള പണം തരാലോ. അതും ചെയ്യുന്നില്ലല്ലോ. എല്ലാ ചിലവുകളും ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാന്ന ആദർശ് പറഞ്ഞത്. ഞാനും മനോജുമാണ് അത് സമ്മതിക്കാതിരുന്നത്. ബിനമേ, കുടുംബക്ഷേത്രം നമ്മുടെയാ. അവിടെ ഭംഗിയായിട്ട് പ്രതിഷ്ഠ നടത്തേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വം. സത്യത്തില് നിങ്ങളൊക്കെ വെറും പാവങ്ങളാ. നിങ്ങളെ ആർക്ക് വേണമെങ്കിലും എളുപ്പം പറ്റിക്കാം. അതാ ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബീന എന്താ പറഞ്ഞു വരുന്നത്? അവരുടെ ഏക്കർ കണക്കിന് സ്ഥലത്തിന്റെ നടുക്ക് നമ്മുടെ ആവശ്യപ്രകാരം
കുറച്ച് സ്ഥലം തരാമെന്ന് പറഞ്ഞത് അവരുടെ അടവെന്നാണോ? അല്ല, പക്ഷേ അവരുടെ ആ വലിയ സ്ഥലത്ത് ഒരു ക്ഷേത്രം കാട് പിടിച്ച് കിടന്ന അതിന്റെ ദോഷം അവർക്കാണ്. അതുകൊണ്ടാ വലിയ മനസ്സ് കാണിച്ച് അവിടെ പ്രതിഷ്ഠ നടത്താൻ അവർ അനുവാദം നൽകിയത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ചിന്തിക്കുന്നവരായിരുന്നെങ്കിലേ ആ സ്ഥലം തന്നെ നമുക്ക് വിട്ടു തന്നേനെ. എന്നിട്ട് നമ്മൾ വേണ്ടാന്ന് പറയുന്ന ഉറപ്പുള്ളത് കൊണ്ട് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പണം തരാമെന്ന് ഒരു നാടകം അങ്ങ് നടത്തി. അവര് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. ബീനയെ തിരുത്താൻ ആരെ കൊണ്ട് സാധിക്കില്ല. പിന്നെ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ട സാഹചര്യം തൽക്കാലം എനിക്കും മനോജിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റാരുടെ ഔദാര്യം ആവശ്യമില്ല. ഞാൻ അങ്ങനെ അല്ല ഹരിയേട്ട ഉദ്ദേശിച്ചത്. ഈ സമയത്ത് പരസ്പരം കുറ്റം പറയുന്നതിന് പകരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭംഗിയായിട്ട് നടക്കാൻ പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത്? അടുത്ത ദിവസം തന്നെ തഞ്ചാവൂർ പോയി വിഗ്രഹത്തിന് ഓർഡർ കൊടുക്കും. വിഗ്രഹം വന്നാലുടനെ പ്രതിഷ്ഠയും നടത്തും. അതുവരെ ആരും ആവശ്യമില്ലാത്ത അഭിപ്രായം ഒന്നും പറയണ്ട. ഇല്ല, 2-3 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. തഞ്ചാവൂർ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. വേണ്ട, പേയ്മെൻറ്റ് ഞാൻ തിരിച്ചെത്തിയിട്ട് ചെയ്താൽ മതി. പിന്നെ അരുവിക്കര സൈറ്റിലെ പണി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഓക്കെ, വന്നിട്ട് കാണാം. അച്ഛാ, തഞ്ചാവൂരിൽ നിന്ന് തന്നെ വിഗ്രഹം വാങ്ങാൻ തീരുമാനിച്ചു അല്ലേ? അതെ, അവിടെ നിന്ന് എടുക്കണമെന്നാ തന്ത്രി പറഞ്ഞിരിക്കുന്നത്. വിഗ്രഹം വാങ്ങുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം മോനെ. എല്ലാ ലക്ഷണങ്ങളും ഒത്ത വിഗ്രഹം വേണം വാങ്ങാൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്ത്രിയോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. ആ കാര്യത്തിൽ അമ്മ പേടിക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്ന് ഓർഡർ കൊടുക്കുക മാത്രമേ നമ്മുടെ ജോലിയുള്ളൂ. ബാക്കിയെല്ലാം സംസാരിക്കുന്ന തന്ത്രി തന്നെ ആയിരിക്കും. ആ, എന്നാ കുഴപ്പമില്ല. വർഷങ്ങളുടെ കാത്തിരിപ്പാണ് സഫലമാകാൻ പോകുന്നത്. ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കാരണമില്ലാത്തൊരു ടെൻഷൻ. അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എല്ലാത്തിനും ഞാനില്ലേ. പോരാത്തതിന് എൻ്റെ സഹായത്തിന് ഹരിയും ഉണ്ട്. നിങ്ങളെ വിശ്വാസമില്ലഞ്ഞിട്ടല്ല മോനെ. എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ഈ ആയുസ്സിൽ എല്ലാ ദിവസവും എന്ന പോലെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ ക്ഷേത്രത്തിൽ പോയി തൊഴുക എന്നത്. മുത്തശ്ശൻ പൂജയ്ക്കായി നടയടയ്ക്കുമ്പോ പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുന്ന അമ്മയുടെയും ബന്ധുക്കളുടെയൊക്കെ മുഖം ഇന്നും എന്റെ മനസ്സിലുണ്ട്. അമ്മയുടെ ആഗ്രഹം ഉടനെ നടക്കും. അതുകൊണ്ട് അമ്മ സന്തോഷമായിട്ടിരിക്കും. എന്റെ കൃഷ്ണ, ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് അത് കാണാനുള്ള ഭാഗ്യം നീ തന്നല്ലോ. പിന്നെ അച്ഛാ, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഒപ്പം വരാം. എനിക്കവിടെ ഒരുപാട് പരിചയക്കാരുണ്ട്. നിനക്ക് എവിടെയാ പരിചയക്കാരില്ലാത്ത? ഉലകം ചുറ്റലല്ലേ പണി. അത് നല്ലതല്ലേ അച്ഛാ? അതുകൊണ്ട് ഏത് നാട്ടിലും സഹായത്തിന് ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തനിച്ചു പോയ അച്ഛനും അങ്കിളും നന്നായിട്ട് ബുദ്ധിമുട്ടും. അത് വേണ്ട. ഇതുപോലൊരു കാര്യത്തിന് പോകുമ്പോ 3 പേര് പോകുന്നത് നല്ലതല്ല. ഹരിയും മനോജും പോയാ മതി. എന്തെങ്കിലും ആവശ്യം വന്നാ അവര് നിന്നെ വിളിച്ചോളൂ. മുത്തശ്ശി പറയുന്ന പോലെ ഇനി ഞാനൊന്നും ഹെൽപ്പ് ചെയ്തില്ലെന്ന് പറയരുത്. ഓ, തൽക്കാലം ഇക്കാര്യത്തിൽ നിന്റെ ഹെൽപ്പൊന്നും എനിക്ക് വേണ്ട. പിന്നെ ഒരു ഹെൽപ്പ് വേണം. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കണേ. ഇത്ര സില്ലി കാര്യങ്ങളാണോ അച്ഛൻ എന്നെ ഏൽപ്പിക്കുന്നത്? എന്റെ ഒരു സ്റ്റാൻഡേർഡിന് യോജിച്ച കാര്യങ്ങൾ പറയാച്ചാ. വീട്ടുകാര്യങ്ങൾ നോക്കുന്ന സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കാര്യമാണെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? അയ്യോ മുത്തശ്ശി, അങ്ങനെയല്ല. അത് വളരെ ഈസിയാണ്. എന്നെ സംബന്ധിച്ച് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കിഷ്ടം. എൻ്റെ പൊന്നുമോനെ, ഈ ലോകത്തെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാവോ? ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുക. അത് വഴിയെ നിനക്ക് മനസ്സിലായിക്കോളും. അതൊക്കെ അവൻ മനസ്സിലാക്കിക്കോളൂ. ഇപ്പൊ എല്ലാവരുടെയും പൂർണ്ണ ശ്രദ്ധ ഈ ക്ഷേത്രകാര്യത്തിൽ വേണം. നമ്മുടെ കുടുംബത്തിൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണിത്. അത് മറക്കരുത്. അറിയാമേ, ആദ്യം നീരമോൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങിയെങ്കിലും ഇപ്പൊ എനിക്കും ക്ഷേത്രകാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണമെന്ന് ചിന്ത വന്നിട്ടുണ്ട്. മീരമോളിലൂടെ ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് തന്നെ ഇത്. സത്യത്തിൽ മീര ഒരു അപൂർവ ജന്മമാണ്. എനിക്ക് പലപ്പോഴും അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. അവളെക്കുറിച്ച് ഓർത്ത്
അത്ഭുതമല്ല, അഭിമാനമാ തോന്നുന്നുണ്ട്. അവളെ പോലൊരു കുട്ടിയെ നമ്മുടെ കുടുംബത്തിന് കിട്ടിയത് സത്യത്തിൽ നമ്മുടെ ഭാഗ്യമാണ്. അതെ, എന്റെ മായയുടെ എല്ലാ നന്മയും മീരയിലുണ്ട്. മായയെ ഞാൻ കാണുന്നത് മീരമോളിലൂടെയാ. ഒരമ്മ എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ വേദന അനുഭവിച്ച സ്ത്രീയാ ഞാൻ. സ്വന്തം മക്കളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്ന അമ്മയാണ് ഏറ്റവും വലിയ ഭാഗ്യഹീന. അമ്മേ, വിഷമിക്കാതെ. മായയെ ഓർക്കാൻ ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനം തന്നിട്ടല്ലേ അവൾ പോയത്. അതോർത്ത് സമാധാനിക്കമ്മേ. എനിക്കാകെ ഉണ്ടായിരുന്നൊരു കൂടപ്പിറപ്പാണ് നഷ്ടമായത്. അതിന്റെ വേദന ഇല്ലാതിരിക്കും. എല്ലാം വിധിയാണ് മോനെ, അങ്ങനെ കരുതി ആശ്വസിക്കാം. അതൊക്കെ മറക്കും മുത്തശ്ശി. ഇപ്പോ മുത്തശ്ശിയുടെ വലിയൊരു ആഗ്രഹം സാധിക്കാൻ പോകുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യം. വിഷമങ്ങളെല്ലാം മറന്ന് വരാൻ പോകുന്ന സന്തോഷം ഓർത്ത് ഹാപ്പി ആയിട്ടിരിക്കുക. അമ്മേ, അമ്മ പറഞ്ഞതുപോലെ നമുക്കിപ്പോ ഈ കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം. എന്തായാലും ഞാൻ ഹരിയും പോയി വിഗ്രഹത്തിന് ഓർഡർ കൊടുക്കാം. ശരി മോനെ. അണ്ണാ, അണ്ണാ, എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഇടയെ നമ്മൾ ഈ വിഗ്രഹമൊക്കെ അടിച്ചു മാറ്റി. ഇതിന് കോടിക്കണക്കിന് രൂപ വിലയാണ് നമുക്കറിയാം. പക്ഷെ ഇത് എവിടെ കൊണ്ടുപോയി കൊടുത്താൽ എത്രയും കാശ് കിട്ടുമെന്ന് ഒരു പിടിയുമില്ല. അത് അണ്ണൻ അമ്മമാരോട് ചോദിച്ചില്ലായിരുന്നോ? ശരേ, ഞാനിത് അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞല്ലോ അവിടെ നിന്ന് പോന്നത്. ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അല്ലായിരുന്നെങ്കിൽ ഇതെവിടെ വിൽക്കുമെന്ന് നൈസായിട്ട് ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. ആ ദാസനെ ജയിലിൽ പോയെന്ന് കണ്ടാലോ? എടാ, അത് വേണ്ട. ഞാൻ ചെന്ന ആ പോലീസുകാർക്ക് എല്ലാം എന്നെ അറിയാം. ഇപ്പൊ തന്നെ അമ്മമാർക്ക് എന്നെ സംശയം കാണും. അതെങ്ങനെയാ? എടേ, ഏത് പൂട്ടും തുറക്കുന്നവനാണല്ലോ ഞാൻ. അത് വെച്ച് അവർ കണ്ടുപിടിക്കും. വെറുതെ എന്തിനു ചെന്ന് ചാടി കൊടുക്കണത്? അണ്ണാ, ഇതിപ്പോ നായ്ക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ നോക്കിക്കൊണ്ടിരിക്കാനല്ലേ പറ്റൂ. എടേ, നമുക്ക് നോക്കാം. ഞാനൊന്ന് ഇറങ്ങി ഒന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. എമൗണ്ട് ഇത്തിരി കുറഞ്ഞാലും നമുക്ക് കച്ചവടം നടത്തി കാശ് വാങ്ങിക്കാം. അതാണ് നല്ലത്. അല്ലാതെ ഈ വിഗ്രഹം വെച്ചോണ്ടിരുന്നിട്ട് നമുക്കെന്താ പ്രയോജനം? അപ്പോ ക്ഷേത്രം പുതുക്കി പണിത് അവിടെ പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയാണല്ലേ? അതെ, അച്ഛനും അമ്മാവനും തഞ്ചാവൂർ പോയി വിഗ്രഹത്തിന് ഓർഡർ കൊടുക്കും. ഇപ്പൊ മീരയുടെ സങ്കടങ്ങളെല്ലാം മാറിയില്ലേ? മുൻപ് മൂന്നേട്ടൻ പറഞ്ഞ പോലെ മാറ്റങ്ങളെയൊക്കെ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ആ, അതെ. നമ്മൾ മാറ്റിയാൽ മാറാത്തതാണ് കാലം. അപ്പോ കാലത്തിന്റെ മാറ്റങ്ങളെ അംഗീകരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതെനിക്ക് മനസ്സിലായി. നല്ലത്. ആ, പിന്നെ ഒന്നും മനസ്സിൽ അങ്ങനെ അങ്ങ് ഉറയ്ക്കണ്ട. ഏത് നിമിഷവും എന്ത് മാറ്റവും ജീവിതത്തിൽ സംഭവിക്കാം. ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ പെട്ടെന്ന് നടത്തി തന്നു എന്നിരിക്കും. അപ്പോഴും മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കണം. അനുകൂലമായ ലാഭങ്ങളിൽ മതിമറന്ന് സന്തോഷിച്ചാൽ പ്രതികൂലമായ ദുഃഖങ്ങളിൽ മനസ്സ് താങ്ങാനാവാതെ തകർന്നു പോകും. ആ, എല്ലാം മനസ്സിലായി. എന്നാലും ഇതൊക്കെ വലിയ പാടാണെന്നല്ലേ ഈ ചിരിയുടെ അർത്ഥം? അതെ. വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? അമ്മ സുഖമായിരിക്കുന്നോ? ആ, അമ്മ സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ മീരയെ കുറിച്ച് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം വരുമെന്നും പറഞ്ഞു. ഇവിടെ അടുത്തല്ലേ വീട്? ഇന്ന് അമ്മയെ പോയി കണ്ടാലോ? ഇന്ന് വേണ്ട. ഇന്ന് ഏകാദശിയല്ലേ, നല്ല തിരക്കാ. ആർക്ക്? അമ്മയ്ക്ക്. വ്രതവും പ്രാർത്ഥനയൊക്കെ ആയിട്ടിരിക്കുമ്പോ നമ്മൾ ആ ഏകാഗ്രത നശിപ്പിക്കാൻ പാടില്ലല്ലോ. ആ, ശരി. എനിക്ക് പിന്നൊരു ദിവസം ആവാം. അത് മതി. മീര വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയോ? ഇല്ല, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കൂടി കഴിഞ്ഞിട്ട് പോയി തുടങ്ങാന്നാ വിചാരിക്കുന്നത്. ഞാൻ ജോലിക്ക് പോകാത്തതിൽ അച്ഛന് കുറച്ച് ടെൻഷനുണ്ട്. അത് കഴിഞ്ഞ ദിവസം അച്ഛൻ എന്നോട് പറയുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിന്റെയൊക്കെ കാര്യത്തിൽ തീരുമാനം ആയതല്ലേ? ഇനി വേണമെങ്കിൽ ജോലിക്ക് പോയി തുടങ്ങാമല്ലോ. അതെ, പോയി തുടങ്ങണം.
എന്തു പറ്റി? കുറെ ദിവസം ജോലിക്ക് പോവാതിരുന്നപ്പോ മടിയായി തുടങ്ങിയോ? ഏയ് അങ്ങനൊന്നുമില്ല. എങ്കിലും ഒരിക്കൽ പിരിച്ചുവിട്ട സ്ഥലത്തേക്ക് തിരിച്ചു ചെന്ന് കയറുമ്പോ എങ്ങനെയാവും മറ്റുള്ളവർ പ്രതികരിക്കുക എന്ന് ഓർക്കുമ്പോ എന്തോ ഒരു വല്ലായ്മ. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? മറ്റുള്ളവർ നമ്മളോട് പറയുന്നതും ചെയ്യുന്നതും എല്ലാം യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലുള്ളത് തന്നെ ആയിരിക്കണമെന്നില്ല. സന്ദർഭങ്ങൾക്കനുസരിച്ച് അവര് മാറിയും തിരിഞ്ഞും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതോർത്ത് മീര വെറുതെ ടെൻഷൻ ആവണ്ട. മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാ. ശരിയാ, പലരും അങ്ങനെ തന്നെ പെരുമാറുന്നത്. അതെ, അതുകൊണ്ട് മറ്റുള്ളവർ ചിന്തിക്കുന്നതിനെ പറ്റിയൊന്നും മീര ടെൻഷൻ ആവണ്ട. മീരയ്ക്ക് ആ ജോലി പ്രിയപ്പെട്ടതാണെങ്കിൽ അത് പോയി ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊന്നും നോക്കുക. ഇപ്പൊ ഉണ്ടായിരുന്ന ജോലിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ജോലിക്ക് തന്നെ തിരിച്ചു പോവാം. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ സ്ഥലത്താ കുടുംബക്ഷേത്രം പുതുക്കി പണിയുന്നതും പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതും. അവരവിടെ സ്ഥലം തരുമോ ഇല്ലയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതാ തിരിച്ച് ജോലിക്ക് കയറാൻ മടിച്ചു നിന്നതും. ഇപ്പൊ ആ തടസ്സവും മാറിയില്ലേ? മാറി. ആ, ഇതെല്ലാം മീരയുടെ മനസ്സിൽ മീര തന്നെ ചിന്തിച്ചുണ്ടാക്കിയ തടസ്സങ്ങളായിരുന്നു. ശരിയാ, മനസ്സിനെ കൂടുതൽ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരം ടെൻഷനൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലേ? അങ്ങനെ പറയാനും പറ്റില്ല. ടെൻഷൻ എന്തായാലും ഉണ്ടാവും. പക്ഷെ ആ ടെൻഷൻ വെറുതെ മനസ്സിന്റെ തോന്നൽ മാത്രമാണെന്നും അത് തിരിച്ചറിയാനും അതിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാനും സാധിക്കണം. ശരിക്കും മുകുന്ദേട്ടൻ കൗൺസിലിംഗ് തുടങ്ങണം. എത്രയോ മനുഷ്യരാ ടെൻഷനും പ്രശ്നങ്ങളും കാരണം ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത്. ഒന്ന് മാറ്റി ചിന്തിച്ചാ തീരാവുന്ന കാര്യമുള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാ ഈ ലോകം കൂടുതൽ സുന്ദരാവില്ലേ? ഈ ലോകം ഇപ്പോൾ തന്നെ സുന്ദരമാണ്. നമ്മൾ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. അതും ശരിയാ. അതെ, ഞാൻ പറയുന്നത് എല്ലാം അതേപോലെ മീര അംഗീകരിക്കണ്ട. എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും സ്വയം ബോധ്യപ്പെടണം. അപ്പോഴേ ആ അറിവുകളെല്ലാം മനസ്സിൽ ഉറയ്ക്കൂ. എന്ത് പഠിച്ചാലും എന്തറിഞ്ഞാലും അത് സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ ആ അറിവിന് ഉറപ്പുണ്ടാവൂ. മുകുന്ദേട്ടൻ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ വരുമോ? പിന്നെന്താ, ഞാനവിടെ ഉണ്ടാവും. പക്ഷേ ഏത് സമയത്താന്ന് ചോദിക്കരുത്. അതെന്താ? വരുമ്പോ പ്രതിഷ്ഠയുടെ സമയത്ത് വരണ്ടേ? എന്നല്ലല്ലേ എല്ലാവരെയും കാണാൻ പറ്റുള്ളൂ. അതൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. എനിക്കിപ്പോഴേ കൃത്യമായിട്ട് സമയം പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ശരി, ഞാൻ ഇനി അതും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. മുകുന്ദേട്ടന്റെ സമയം അനുസരിച്ച് വന്നോളൂ. ശരി, എന്നാ ഞാൻ പോയിക്കോട്ടെ. തിരുമൊഴി മധുരം
കൃഷ്ണ